ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദൈവപൈതലിൻ്റെ ചിന്തകളും ചിന്താമണ്ഡലവും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതും രൂപാന്തരപ്പെടേണ്ടതുമാണ്. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ ഒരു മെസ്സേജ് മുഴുവനും കേട്ട് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരവുണ്ടാകും. ചിലരിങ്ങനെ പറയാറുണ്ട്, ആത്മീയതയിൽ ഇപ്പോൾ ഒട്ടും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ഉറപ്പ് കിട്ടുന്നില്ല, എന്തൊക്കെയോ മിസ്സിംഗ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലരുടെ സംശയം എന്ന് പറയുന്നത്, ആത്മീയരായിട്ടുള്ള ചില ആൾക്കാർ എന്തുകൊണ്ട് ജഡീകന്മാരെ പോലെ പെരുമാറുന്നു, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ വരുന്നവരാണ്, പക്ഷേ എന്താണ് ഇവരിങ്ങനെ ലോകമനുഷ്യരെ പോലെ പെരുമാറുന്നത്? എന്താണ് ഇതിന് കാരണം? നമ്മുടെ ചിന്തകൾ, ഈ ചിന്ത എന്ന് പറയുന്ന ഒരു പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് ചിന്തകൾ എന്നുള്ളതാണ്. ചിന്തകളെന്ന് തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ മൈൻഡ് സെറ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, മൈൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ ഗൗരവമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതലിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയകളിലൊന്ന് ആ വ്യക്തിയുടെ ചിന്താഗതികളെ മാറ്റുകയും ആ വ്യക്തിയുടെ ചിന്താമണ്ഡലത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദിനം തോറും സംഭവിക്കണം. ദുഃഖകരമെന്ന് പറയട്ടെ, പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് പലരും ഈ കാര്യം പഠിപ്പിക്കുന്നില്ല. അറിയാത്തതാണോ എന്നറിയില്ല, അതിനെ ഗൗരവമായി കാണാത്തതാണോ എന്നറിയത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ ഒരു തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. ചിന്താമണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം എന്നുള്ളതാണ്. നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് പോകാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ 6-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വ്യത്യസ്തമായ ട്രാൻസ്ലേഷനുകളിൽ ചെറിയ വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ്. നന്നായിട്ട് ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. KJV മറ്റ് ചില ട്രാൻസ്ലേഷനുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്: മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. അതായത് ഒരു വ്യക്തിയുടെ ചിന്തകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ, മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ്, ഒരു വ്യക്തിയുടെ ചിന്തകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റേതാകുമ്പോൾ, ആ വ്യക്തിയുടെ ചിന്തകളിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ദൈവിക ജീവൻ ഉണ്ടാകുന്നു, ദൈവിക സമാധാനം ഉണ്ടാകുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പോലും പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും, നിങ്ങളോട് കൂടെ ഇരിക്കും. എൻ്റെ ദീർഘനാളുകളിലെ അന്വേഷണമായിരുന്നു ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത് പുതിയ നിയമകാലഘട്ടത്തിൽ. കാരണം കർത്താവ് ശുശ്രൂഷ ചെയ്തതിനേക്കാൾ ഒരു നല്ല കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന ആ ഒരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയക്കും എന്നുള്ളതാണ്. ഈ ഗലാത്യലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം പരിശുദ്ധാത്മാവിനെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൃദയങ്ങളിൽ അയച്ചു. അപ്പം
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ ചിന്തകൾ, ഇതിന് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനമാണുള്ളത്. നമ്മൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരല്പം സമയം ഇതിൻ്റെ അകത്ത് കൂടുതൽ എടുത്താൽ, ചില ആൾക്കാർ സമയം എടുത്തോളാൻ പറയുന്നുണ്ട്, ചിലർ ചുരുക്കി പറയാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള ഓപ്ഷനുണ്ട്. നമുക്ക് പ്ലേ സ്പീഡ് കൂട്ടിയിട്ട ആവശ്യമുള്ളത് കാണും. പക്ഷേ ഇത് നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കർത്താവ് നമുക്കിതൊന്ന് മനസ്സിലാക്കി തരട്ടെ. കാരണം ദൈവവചനമാണല്ലോ നമ്മളെ രൂപപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമെല്ലാം. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പം അവിടെ ചിന്തകൾ, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവൻ. ജഡത്തിൻ്റെ ചിന്തകളുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മാവുള്ളവർ ആത്മസ്വഭാവമുള്ളവരാണ്, ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, അവർക്ക് ദൈവത്തിന് കീഴ്പ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ചിന്തകൾ എന്ന് പറഞ്ഞ് തുടർച്ചയായ ആ ഒരു വാക്യം റിപ്പീറ്റഡായി വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ദൈവസന്നിധിയിലിരുന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടുതൽ ഇത് മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി കിട്ടിയ ചില ആത്മീക ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തന്നെ അവൻ്റെ ചിന്തകളാണ്, അവൻ്റെ ചിന്താമണ്ഡലമാണ്. ചിലരെക്കുറിച്ച് പറയത്തില്ല, ഭയങ്കര മൈൻഡാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. എന്തൊരു സ്വഭാവമാണിത്! ഈ സ്വഭാവം പോലും ഈ ചിന്തകളിൽ നിന്ന് പല സമയങ്ങളിലും രൂപപ്പെട്ടു വരുന്നതാണ്. കാരണം ഒരു കോപം, ഒരാളോടുള്ള ദേഷ്യം മനസ്സിൻ്റെ അകത്ത് ആരംഭിക്കുന്നതാണ് പിന്നീട് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്നാണ് യേശു പറഞ്ഞതല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വ്യഭിചാരം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ വ്യഭിചാരം മനസ്സിലുണ്ടായി. അപ്പം മനസ്സിലെ വ്യഭിചാരമാണ് ഒരു ക്രിയയായി പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനെ കൃത്യമായി ഇത്രയും പറയുന്നത് വിശുദ്ധ ബൈബിളാണ് ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ചിന്താഗതികൾ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയെടുക്കണം. എങ്ങനെ രൂപപ്പെടും? അതാണ് അടുത്ത ചോദ്യം. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുവാനും ദൈവിക ചിന്തകളിലേക്ക് കൊണ്ടുവരുവാനും ദൈവഹിതത്തിൻ്റെ അകത്തേക്ക് എത്തുവാനും തക്കവണ്ണം നാം അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സമ്പൂർണമായ സമർപ്പണത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് നമ്മളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം എന്നുള്ളതാണ്. ആ ഒരു സമർപ്പണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിന്തകളെ ആത്മാവ് നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവ് ചിന്തകളെ, മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ്, നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. നിയന്ത്രിക്കാത്തിടത്തോളം കാലം നമുക്ക് ദൈവിക സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല, സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല, ആത്മീക സ്വഭാവം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ എത്ര ഉപവാസം ഇരുന്നാലും, നമ്മൾ എത്ര ആരാധനയ്ക്ക് പോയാലും, നമ്മൾ എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം ചെയ്താലും ഈ ഒരു കാര്യം നടക്കാത്തിടത്തോളം കാലം ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിക്കും പൂർണ്ണത ദൈവസന്നിധിയിൽ കൈവരിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. തെളിവ് ഞാൻ പറയാം. വർഷങ്ങളായി ആരാധനയ്ക്ക് പോകുന്നവരിൽ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങൾ ഉപവാസങ്ങൾ എടുത്തിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു രൂപാന്തരം ഇല്ലാത്ത ആൾക്കാരുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തതയില്ലാത്ത ആളുകളുണ്ട്. കുടുംബജീവിതത്തിൽ ഒരു വിശ്വസ്തതയുമില്ലാതെ തോന്നിയവണ്ണം ജീവിച്ചിട്ട് ആത്മീക പരിവേഷത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാം പുറത്താണ് നടക്കുന്നത്, അകത്തൊന്നും സംഭവിക്കുന്നില്ല. അതായത് പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ ഒരു വ്യക്തിയുടെ ഹൃദയാന്തർഭാഗത്ത് രൂപാന്തരം വരുത്തുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, ആത്മീക സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. 1. രണ്ടാമത്തേത്, പാപത്തിന് അടിമകളായി തുടരും. 3-ാമത്തേത്, ദൈവിക വെളിപ്പാടുകളും ആത്മീക കാഴ്ചപ്പാടുകളും നഷ്ടപ്പെട്ടു പോകും. എങ്ങനെ ദൈവദാസനെ ഈ 3 കാര്യങ്ങൾ കിട്ടി എന്നുള്ളത് എന്നോട് ചോദിക്കുമായിരിക്കും.
വചനത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം നിങ്ങളൊന്ന് എടുക്കണം. അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? താഴോട്ട് എഴുതിയിരിക്കുന്നത്, പാപം ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായി മാറി. കണ്ടോ, ഈ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ് പാപമെന്ന് പറയുമ്പം ഹൃദ്രോഗമല്ല, ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പാപം ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായി മാറി. ശരിക്കും റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവിനാൽ പാപത്തെ ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങൾ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എല്ലാം തന്നെ പാപത്തെ ജയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ദൈവജന സന്ദേശത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ ചിന്തിച്ചത് വസിക്കുന്ന പാപം എന്നുള്ള ഒരു കാര്യമുണ്ട്, വാഴുന്ന പാപം എന്നുള്ള കാര്യമുണ്ട്. അപ്പം ഇതിനെ ഒരു വ്യക്തി ഈ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലേ കഴിയത്തുള്ളൂ. കാരണം പാപം ഒരു വ്യക്തിയുടെ ശരീരത്തെ മാത്രമല്ല, അവൻ്റെ ഹൃദയത്തെ ബാധിക്കുകയാണ്. ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായി മാറി. അങ്ങനെയല്ലേ വിലാപങ്ങൾ 5-15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ എന്താണ്? അടുത്തത്, ഞങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോയി. പാപം നിമിത്തം കണ്ണ് മങ്ങിപ്പോയെന്ന്, തിമിരം ബാധിച്ചെന്നാണോ? അങ്ങനെ വേണമെങ്കിലും എടുത്തു. പാപം ചെയ്താൽ അത് ശരീരത്തിലും അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും, അത് വേറൊരു കാര്യം. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കാഴ്ചപ്പാട് മാറിപ്പോയി, ദൈവശബ്ദം കേൾക്കാനില്ല, ദൈവത്തിൻ്റെ ആലോചനയില്ല, കണ്ണു മങ്ങി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു വാക്യം എന്ന് പറയുന്നത് ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ്, ഇല്ലേ? പാപം ചെയ്ത ഏലിയുടെ മക്കൾ, കണ്ണു മങ്ങിയ ഏലി, ദൈവശബ്ദമില്ലാതിരുന്നൊരു കാര്യം. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവത്തെ കാണാൻ ഹൃദയവിശുദ്ധി ആവശ്യമാണെന്ന് മറ്റാരുമല്ലല്ലോ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു അല്ലേ പറഞ്ഞത്. അടുത്തത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്താ പറഞ്ഞത്? സദൃശവാക്യം 4-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, ഹൃദയത്തെ കാത്തുകൊള്ളുക. എങ്ങനെ കാക്കണം? സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഹൃദയത്തെക്കുറിച്ചും ചിന്താമണ്ഡലത്തെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയവും ചിന്താമണ്ഡലവും പാപത്തിൻ്റെ ശക്തിയാൽ പിടിക്കപ്പെടാതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവികതയിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നാച്ചുറലി ഉണ്ടാകുകയും ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമുക്ക് വിജയകരമായി മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വളരെ വേഗം ഇനി മുൻപോട്ട് പോവുകയാണ്. നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം ആ വാക്യങ്ങളിൽ 5-ാമത്തെ വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ചിന്തിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അപ്പം ആത്മസ്വഭാവം ഉണ്ടെങ്കിലേ ആത്മാവിനുള്ളത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കുഴങ്ങും, എന്നിൽ ആത്മസ്വഭാവം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവ് ഉള്ളവർ ആത്മസ്വഭാവമുള്ളവരായി മാറും എന്നുള്ളതാണ്. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ യഥാർത്ഥമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ശരീരത്തെയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ഹൃദയാന്തർഭാഗത്ത് വലിയ രൂപാന്തരം വരുത്താനായിട്ട് തുടങ്ങും. ഇത് ഉണ്ടാകണം. നമുക്ക് പറ്റിയൊരു പറ്റ് അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ കുറേ എന്താ പറയുന്നത്, കയ്യടിയിലും ബഹളത്തിലും പാട്ടിലും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളിലും ഒക്കെ, അന്ന് വേണ്ടെന്ന് പറയുന്നില്ല, ഞാനും അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ആളാണ്. ഓക്കെ, അന്ന് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതിലേക്ക് മാത്രമായി പോയി. അകത്ത് ഉണ്ടാകേണ്ടുന്ന ഒരു രൂപാന്തരമുണ്ട്. മനസ്സിലായോ? റോമാലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നതാണ്. അതായത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളവന് മാത്രമേ ദൈവസ്നേഹം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കർത്താവിനെ അങ്ങ് സ്നേഹിക്കാൻ ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, അതോ ഇനി ഞാൻ മറ്റെവിടെയെങ്കിലും, എനിക്കിപ്പോൾ ആകെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ പല സ്ഥലത്തും ശുശ്രൂഷകൾക്കായിട്ട് പോകുന്നുണ്ട്.
അപ്പോൾ അതാണോ യൂട്യൂബിലാണോ പ്രസംഗിച്ചത്, എവിടെയാണെന്ന് ഇപ്പം ആകെ അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറി. എല്ലാ വീഡിയോകളും എടുത്തു വെച്ച് കേൾക്കാനുള്ള ടൈമും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവിനെ സ്നേഹിക്കണം 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 എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങ് ആഗ്രഹിക്കുക, ഞാൻ അങ്ങ് സ്നേഹിക്കാൻ ശ്രമിക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സ്നേഹം പോയി, പിന്നെ ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കുക, പറ്റുന്നില്ല. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കൊണ്ടുവരും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതാണ് നമുക്ക് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി മാറുന്നു. അതായത് ദൈവിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നു. ചിലർ പറയുന്നു, ഇപ്പോൾ ദൈവവചനം കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ആരെങ്കിലും ദൈവവചനം പറയുമ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ദൈവവചനം പറഞ്ഞാലും അതിൻ്റെ അകത്തൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാറുണ്ട്. ചിലർക്ക് ഉള്ള ഒരു കുഴപ്പം, അവർ പറയുന്നത് എന്നോട് സംസാരിക്കുന്നില്ല. എന്താ കാര്യം? എന്തോ മിസ്സിങ് ആണ്. അതാണ് പ്രശ്നം. അകത്താണ് ഈ കുഴപ്പം, പുറത്തല്ല കുഴപ്പം. നമ്മൾ ശാസിക്കുകയാണ്. ചിലരങ്ങ് ദേശാധിപതിയുടെ ശക്തിയെ ശാസിക്കുന്നു, രാജ്യത്തിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. അവിടുന്ന് വരുന്നത് ഇവിടുന്ന് വരുന്നു. ഒന്നുമല്ല, അതൊന്നും ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല. യഥാർത്ഥമായി നമ്മുടെ ചിന്താമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആത്മാവിൻ്റെ ചിന്ത ജീവൻ, അടുത്തത് സമാധാനം. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ്, മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, രൂപപ്പെടുത്തണം. അത് പലപ്പോഴും നടക്കുന്നില്ല. എന്താ കാര്യം? നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളാണ്, നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അറിവല്ല കേട്ടോ, അറിവോ ജ്ഞാനമോ, അറിവിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമല്ല ഇത്. അതായത് ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ ഓരോ ദിവസവും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ദിവസവും മരിക്കുന്നു. 1 കൊരിന്ത്യർ 15:30, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ചിന്താഗതികളെ രൂപപ്പെടുത്തണമേ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ എന്നിലുണ്ടെങ്കിൽ അത് നീക്കിക്കളയണമേ, പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണമേ, ദൈവിക ആലോചനകളാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ദൈവിക കൂട്ടായ്മയിൽ നടക്കാൻ തക്കവണ്ണം എൻ്റെ മനസ്സൊരുക്കണമേ. അതുകൊണ്ടല്ലേ പറയുന്നത്, മനസ്സ് പുതുക്കപ്പെടണം. പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് എന്താ? മനസ്സ് പുതുക്കലാണല്ലോ, ഇല്ലേ? റിന്യൂവൽ ഓഫ് മൈൻഡ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. പുതുക്കമുള്ള മനസ്സ്, ഇത് സംഭവിക്കുന്നുണ്ടോ? ഇതില്ലാതെ പല സമയങ്ങളിലും ആരാധനയും പ്രാർത്ഥനകളുമെല്ലാം വെറും ചടങ്ങായി പോകുമ്പോൾ തലമുറകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. അവർ കുറച്ച് കഴിയുമ്പം അവർ വിശ്വാസം വിട്ടുപോകുന്നു, അവർ ദൈവവഴി വിട്ടുപോകുന്നു, അവർ ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നു. കാരണം ആത്മാവ് അവരെ നിയന്ത്രിക്കുന്നില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അനുവദിക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ലെന്നുള്ളതാണ്. നമ്മുടെ ഒരു അനുവാദം ആവശ്യമാണ്. മനസ്സിലായോ? ആശ്രയം, പരിശ്രമമല്ല, ആശ്രയമാണ് ആവശ്യം. ശ്രദ്ധിക്കുക, ആത്മീയ ജീവിത വിജയത്തിന് പരിശ്രമം മാത്രമല്ല, ആശ്രയമാണ് ആവശ്യം. ആത്മാവിനെ കെടുക്കരുത്. അടുത്തത്, കൃപാവരത്തെ ജ്വലിപ്പിക്കണം. ഈ ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മുടെ ഒരു മൗനാനുവാദം, നമ്മുടെ ഒരു അനുവാദം, നമ്മുടെ ഒരു സമ്മതം, നമ്മുടെ ഒരു ജീവിത സമർപ്പണം അതാവശ്യമാണ്. അത് ഒരു ചെറിയ നിലവാരത്തിൽ പോരാ, അത് 100% നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം നമ്മൾ അങ്ങനെ അനുവദിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനും സ്വഭാവവും നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും ഞാൻ ഈ ആത്മാവിൻ്റെ നദിയെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം. ആത്മാവിൻ്റെ നദി. ഓക്കെ. ഈ ശരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ നദി എവിടുന്നാണ് പുറപ്പെടുന്നത്? സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്നാണ് നദി പുറപ്പെടുന്നത്. അതായത് യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ, അതായത് തൻ്റെ ഹൃദയത്തിൻ്റെ
സിംഹാസനത്തിൽ ക്രിസ്തുവിനെ ആക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നാണ് ഈ നദി പുറപ്പെടുന്നത്. അതായത് യേശു ക്രിസ്തുവിന് സമ്പൂർണ്ണമായും കീഴടങ്ങി, ദൈവഹിതത്തിന് കീഴടങ്ങി, ദൈവേഷ്ടത്തിന് കീഴടങ്ങി, നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ഇച്ഛകളും എല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ഞാൻ ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഇനിയും ആത്മാവിൻ്റെ ചിന്തയാണോ നമ്മുടെ ഉള്ളിലെന്ന് അറിയാൻ നമ്മൾ ഒരു പ്രവാചകനെയും വരുത്തണ്ട, ആരെയും വരുത്തണ്ട. നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താ? നമുക്ക് ക്രിസ്തുവിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിത്യതയിലേക്ക് പോകാൻ രൂപപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളാണ് നമ്മളെ നിയന്ത്രിച്ച് വഴി നടത്തുന്നതെങ്കിൽ ഉറപ്പായും നമ്മൾ ശരിയായ പാതയിലാണ്. അല്ലെങ്കിൽ ലോകത്തിലെ കുറച്ച് വെട്ടിപ്പിടിക്കണം, കുറച്ച് പേരെന്നെ അറിയണം, കുറച്ചുകൂടെ ഉണ്ടാക്കണം, കുറച്ചുകൂടെ നേടണം, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഫോക്കസ് അതാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഏത് ആരാധനയ്ക്ക് പോയാലും, നമ്മൾ ഏത് പ്രാർത്ഥനയ്ക്കാണ് പോകുന്നെങ്കിലും നമ്മളുടെ ചിന്തകൾ ദൈവത്തിന് ശത്രുത്വമാണ്. മനസ്സിലാക്കുക, നമ്മുടെ ചിന്താഗതികൾ ദൈവത്തിന് ശത്രുത്വം ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയാം, തരാനുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. അത് അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ഞാൻ ഇത്രയും എനിക്കൊന്നൊരു 270-280 വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അക്കൗണ്ട് നമ്പരോ ഞങ്ങളുടെ മിനിസ്ട്രിയെ സഹായിക്കണമെന്ന് പറഞ്ഞു ഒരു വാക്ക് പോലും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നമ്മൾ കർത്താവിൻ്റെ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ദൈവം നോക്കും. അത് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി വിട്ടത് പ്രസംഗിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാനും തയ്യാറല്ല. അയ്യോ ഞങ്ങളുടെ ശുശ്രൂഷയെ ഒന്ന് സഹായിക്കണേ, ഞങ്ങളെ ഇത് ചെയ്യണേ. ദൈവം തരാനുള്ളത് തക്ക സമയത്ത് തരും. തരുന്നില്ലെങ്കിൽ അത് തരാൻ ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് നമ്മൾ ധരിച്ചാൽ മതി. ഓക്കെ, ഒരു കാര്യം അറിയാമോ, നമ്മൾ വിശ്വസ്തയോടെ നിന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കും. ഓക്കെ, പോകട്ടെ. അടുത്തത്, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ആത്മാവിൻ്റെ ചിന്ത യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്ക് അത്യന്തം ആനന്ദമായിരിക്കും. നമുക്കൊന്നും കിട്ടിയിട്ടല്ല, അക്കൗണ്ടിൽ പൈസ ഉള്ളതുകൊണ്ടോ നമ്മളെ ആരും സഹായിക്കാമെന്ന് പറയുന്നത് കൊണ്ടല്ല, നമ്മൾ ഭയങ്കര സന്തോഷവാനായിരിക്കും. അതുകൊണ്ടല്ലേ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പം പിന്നെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ് ബന്ധനത്തിൽ കിടക്കുമ്പോഴും സന്തോഷിക്കാൻ പറയാൻ പറ്റുന്നത് ആൾക്കാർ ചിന്തിക്കും ക്രിസ്ത്യാനികൾ വട്ടന്മാരാണെന്നൊന്ന് ചിന്തിക്കും. ഇത് വട്ടല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. യഥാർത്ഥമായ ദൈവരാജ്യം ഉള്ളിൽ വരണമെങ്കിൽ ദൈവാത്മാവ് ഉണ്ടാകണം, ഈ സന്തോഷം ഉണ്ടാകണം. ഇത് ഇല്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുണ്ട്, കണ്ടുപിടിക്കുക, സമർപ്പിക്കുക, അതിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അടുത്തത്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, അതെ, കീഴ്പ്പെടാനായിട്ട് കഴിയുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കൊണ്ടോ ഒന്നും നേടാൻ പറ്റത്തില്ല. കാരണം ആത്മാവെന്ന ആദ്യദാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദാനമാണ്. ദൈവത്തിൻ്റെ ദാനത്തെ പണം കൊടുത്തോ പരിശ്രമങ്ങൾ കൊണ്ടോ നേടാൻ പറ്റുന്ന കാര്യമല്ല. സമർപ്പണമാണ്, വിധേയത്വമാണ്, കീഴ്പ്പെടലാണ്, ദൈവത്തിന് സ്തോത്രം, ഇതിനെ അംഗീകരിക്കലാണ്, പാപമേറ്റുപറച്ചിലാണ്, വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള സമർപ്പണമാണ്. ദുർലാക്കുകളില്ലാതെ, ദുർലക്ഷ്യങ്ങളില്ലാതെ പരിപൂർണമായും ദൈവം മുമ്പാകെയുള്ള വിധേയപ്പെടലിൽ ദൈവം നമുക്ക് നൽകിത്തരുന്ന സൗജന്യമായ ദാനമാണിത്. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ ചിന്താഗതികളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ പല സമയങ്ങളിൽ ഞങ്ങളെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് തന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട്
ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജഡ സ്വഭാവങ്ങൾ മാറി ആത്മീക സ്വഭാവം ഒരു ഫലമെന്ന വണ്ണം പുറത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളെയൊക്കെ ദൈവം നീക്കണമേ. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. വലിയ ദൈവിക വിടുതലുകൾ അവർ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ചെയ്യണമേ. രോഗങ്ങളെ സൗഖ്യമാക്കണമേ. നിരാശകളെ എടുത്തു മാറ്റണമേ. ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ദിവസങ്ങളിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ ആമേൻ വെച്ചിട്ടുള്ള സകല അതിർവരമ്പുകളെയും ദൈവം നീക്കിക്കളഞ്ഞ് കർത്താവെ പരിധികളില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ഈ നാളുകളിൽ ദൈവം നടത്തുന്നത് കൊണ്ട് സ്തോത്രം. സകല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അവിടുന്ന് നീക്കിയിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദയ തോന്നി ഉത്തരമരുളണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശവുമായിട്ട് ഒരുമിച്ച് കാണാം. മാറാനാഥ.